സ്നേഹമുള്ളവർ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടി കൈസറിയ ഫിലിപ്പ് എന്ന പ്രദേശത്ത് കൂടി പോകുമ്പോൾ, ഈ കൈസറിയ ഫിലിപ്പ് എന്ന് പറഞ്ഞ പ്രദേശം 2 പേരുടെ പേരിൽ അറിയപ്പെടുന്നതാണ്, കൈസറിന്റെയും ഫിലിപ്പിന്റെയും. അവിടെ ഒരു വിഗ്രഹമുണ്ട്. അവർ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആ വിഗ്രഹത്തെയാണ്. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നു നീ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നു നീ യോഹന്നാനാണെന്ന് പറയുന്നു. ഈ ഏലിയാണെന്ന് പറയാൻ കാര്യം, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അത്ഭുതങ്ങളിലൂടെ കടന്നുപോയതും ഏലിയാണ്. പ്രവാചകൻ എന്ന് പറയാൻ കാര്യം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയുമാണ്. യേശു സംസാരിച്ചിരുന്ന വാക്ക് ശക്തമായ വാക്കിലൂടെയാണ്, മാറ്റമില്ലാത്ത വാക്കിലൂടെ, പ്രവാചക ശബ്ദത്തിലൂടെയാണ്. അതുകൊണ്ടായിരിക്കാം അവർ പ്രവാചകൻ എന്ന് പറഞ്ഞത്. ഇനി യോഹന്നാൻ എന്ന് പറയാൻ കാര്യം, അന്നത്തെ കാലത്ത് ശിഷ്യന്മാരുണ്ടായിരുന്നത് യോഹന്നാനാണ്. യേശുവിനും ശിഷ്യന്മാരും ഉള്ളത് കൊണ്ടായിരിക്കാം അവർ യോഹന്നാനാണെന്ന് പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, കുറച്ച് നാളായില്ലേ നിങ്ങൾ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്നേഹമുള്ളവരെ, അന്ന് രാജാക്കന്മാരുണ്ട്, നിയമജ്ഞരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇവരാരും പറയാത്ത ഒരുപാട് മനുഷ്യരന്നുണ്ട്. ഇവരാരും പറയാത്ത, ആരെക്കൊണ്ടും പറ്റാത്ത കാര്യം, ഒരു മത്സ്യത്തൊഴിലാളി മുന്നോട്ട് കയറി വന്നിട്ട് പറയുക, കടലറിയുന്ന വള്ളവും വലയുമുള്ള, കടലിലെ കാറ്റും കോളും ചൂടും ചൂരുമറിയുന്ന ഒരു മത്സ്യത്തൊഴിലാളി മുന്നോട്ട് കയറി വന്നിട്ട് പറയുക, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ജീവനുള്ള ദൈവമാണ്. അങ്ങനെ പറഞ്ഞ ആ മത്സ്യത്തൊഴിലാളിയുടെ പേരാണ് പത്രോസ്, വിശുദ്ധ പത്രോസ്. But who do you say that I am? You are the Christ, the Son of the living God. These carved statues of Baal and Pan and other idols that we passed, they're dead and decaying, but we worship a living God, and you are His Son. സ്നേഹമുള്ളവരെ, പത്രോസ് കളിതമാശ പറഞ്ഞതല്ല, ഒരാവേശത്തിന്റെ പുറത്ത് അറിഞ്ഞതുമല്ല, ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതുമല്ല. താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് പത്രോസ് എന്ന മത്സ്യത്തൊഴിലാളി ജീവനുള്ള ദൈവമെന്ന് ഉറച്ച ഉച്ചത്തിൽ പറഞ്ഞത്. പത്രോസ് നോക്കിയപ്പോൾ ആ പ്രദേശത്ത് മിണ്ടാത്ത, അനങ്ങാത്ത, സംസാരിക്കാത്ത, കരുണ കാണിക്കാത്ത, രക്ഷിക്കാത്ത ദൈവങ്ങളെയാണ് പത്രോസ് കണ്ടതെങ്കിൽ, ഇപ്പോൾ പത്രോസ് കണ്ടിരിക്കുകയാണ് അനങ്ങുന്ന, സംസാരിക്കുന്ന, സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, രക്ഷിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അവൻ പറയുമ്പോൾ മത്സ്യങ്ങൾ പോലും തന്റെ വലയിൽ ഓടിക്കേറുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് പത്രോസ് അന്ന് ഉച്ചത്തിൽ പ്രഘോഷിച്ചത്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവുമായുള്ള ജീവിതം ക്രിസ്തുവിനെ അടുത്തറിയണം, സ്നേഹിച്ചറിയണം. പത്രോസ് അറിഞ്ഞതുപോലെ അനുഭവിച്ചറിയണം. ക്രിസ്തീയ ജീവിതം അനുഭവമാകണം, അഭിനയമാകരുത്. ക്രിസ്തു നിങ്ങൾക്ക് അനുഭവമാകട്ടെ. ദൈവം കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. മുത്തപ്പാ മുത്തപ്പാ വിശുദ്ധ പത്രോസേ, മുത്തപ്പാ മുത്തപ്പാ വിശുദ്ധ പത്രോസേ, മുത്തപ്പാ മുത്തപ്പാ വിശുദ്ധ പത്രോസേ, മുത്തപ്പാ മുത്തപ്പാ വിശുദ്ധ പത്രോസേ.